ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ നാം ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഹായ്, ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. സുഹൃത്തുക്കളെ, എല്ലാവരുടെയും വളരെ പ്രധാനമായ ഒരു ആഗ്രഹമാണ് ആരോഗ്യത്തോടെ ലോങ് ലൈഫ് വേണം എന്നത്. ആരോഗ്യത്തോടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമാണ്, അല്ലേ? എങ്കിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ, രോഗം വരാതെ നമ്മളെ നാം കാക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1. പ്രയോറിറ്റൈസ് ഹോൾ ഫുഡ്സ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അതായത് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഐറ്റംസും കൂടി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ വേണം. ഉദാഹരണത്തിന് നമ്മൾ സാധാരണമായി നമ്മളെ റുട്ടീൻ എന്ന് പറയുന്നത് അരി ഭക്ഷണം കഴിക്കുക എന്നതാണ്. തെറ്റില്ല, ഒരളവ് വരെ അരി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് കൂടിപ്പോകാൻ പാടില്ല. പക്ഷേ ഈ അരി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ശരീരത്തിന് ആവശ്യമായ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, ഹെൽത്തി ഫാറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വേണം നമ്മുടെ ഭക്ഷണ ചിട്ട. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിലും, ലഞ്ച് കഴിക്കുകയാണെങ്കിലും, അതുപോലെ ഈവനിങ്ങിൽ ഡിന്നർ കഴിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമ്മളൊരു ഡയറ്റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ലിസ്റ്റ് വാങ്ങി അത് വളരെ കൃത്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിനൊരു കാലണ്ടർ ഉണ്ടാക്കിക്കൊണ്ട് വേണം ഇത്തരം ഭക്ഷണങ്ങൾ നാം പ്ലാൻ ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും. പല രോഗങ്ങളും വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വരുന്നതിന് മുമ്പ് രോഗം വരാൻ കാരണമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കലാണ് ഒരു നല്ല രീതി. അതുപോലെ അവോയ്ഡ് പ്രോസസ്ഡ് ഫുഡ്സ് ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഷുഗർ മാക്സിമം കുറക്കുക. നമ്മളെ ശൈലി അങ്ങനെ ഒരു ദിവസം 5-6 പ്രാവശ്യം നമ്മൾ ചായ കുടിക്കും അല്ലെങ്കിൽ കോഫി കുടിക്കും, അത് വിത്ത് ഷുഗർ. അത് വളരെ ദോഷം ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന്. ഷുഗറാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് ഷുഗർ മുഴുവനും അവോയ്ഡ് ചെയ്ത് നമ്മുടെ പാനീയങ്ങളിൽ നമ്മൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിലും, അതുപോലെ ചായ കുടിക്കുകയാണെങ്കിലും, കോഫി കുടിക്കുകയാണെങ്കിലും ഷുഗർ ഒഴിവാക്കി കുടിക്കാം നമുക്ക്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് കഴിക്കൽ, ഉപ്പിൻ്റെ ഉപയോഗം കൂടി ശരീരത്തിന് ഹാനികരമുണ്ടാക്കും. അങ്ങനെ ശരീരത്തിന് ആവശ്യമില്ലാത്ത, ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന എല്ലാ ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ശരീരത്തിന് ആവശ്യമായത് എന്തൊക്കെ വേണം നമ്മുടെ ഫുഡിൽ കൂട്ടിച്ചേർക്കണം എന്ന് അതിൻ്റെ വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയും വേണം. എന്നാൽ നമുക്ക് പല രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. 2ാമത്തെ ടിപ്പ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മൾ ഉപയോഗിക്കണം, വെള്ളം കുടിക്കണം. ഒരുപാട് ആളുകൾ വെള്ളം തീരെ കുടിക്കില്ല, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയല്ല, ശരീരത്തിന് ഒരു ദിവസം ഇത്ര വെള്ളം വേണമെന്നൊരു കണക്കുണ്ട്. അതിന് വിദഗ്ധർ നമുക്ക് പറഞ്ഞു തരും. അത് ടെസ്റ്റൊക്കെ നടത്തി നമ്മുടെ ശരീരത്തിന് എത്ര വെള്ളമാണ് ആവശ്യമുള്ളത്. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമുണ്ട്. അത്ര വെള്ളമെങ്കിലും മനുഷ്യൻ കുടിച്ചിരിക്കണം എന്നതാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ മറക്കരുത്. അതിന് റിമൈൻഡിങ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരേണ്ടതും കൂടിയാണ്. എന്നാൽ നമുക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ അതുമൂലം കഴിയും. 3ാമത്തെ ടിപ്പ്, എക്സസൈസ് റെഗുലർലി. അതായത് എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ശരീരത്തെ അനക്കണം. പല നിരക്കും ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുന്ന ശീലമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എക്സസൈസ് നമ്മൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല പാർട്സുകളും വർക്ക് ചെയ്യാതെ പല രോഗങ്ങൾക്കും അത് കാരണമാകും.
വിദഗ്ധർ പറയുന്നത് ഒരാഴ്ചയിൽ മിനിമം 150 മിനിറ്റ്സ് എങ്കിലും നാം റെഗുലറായി എക്സസൈസ് ചെയ്തിരിക്കണം. അത് ചിലപ്പോൾ വാക്കിംഗ് ആയിരിക്കാം, ജോഗിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് ആയിരിക്കാം, സൈക്ലിംഗ് ആയിരിക്കാം, എന്തുമാകാം. ഒരു 150 മിനിറ്റ്സ് മിനിമം ഒരാഴ്ചയിൽ നാം എക്സസൈസ് ചെയ്തിരിക്കണം. അങ്ങനെ എക്സസൈസ് ചെയ്യലിലൂടെ നമ്മുടെ ഹാർട്ടിന് സ്ട്രെങ്തൻ കൂട്ടും, നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് നല്ല പോസിറ്റീവ് ഒരു മൂഡാക്കി മാറ്റും. അതുപോലെ നമ്മുടെ പ്രായത്തിനും നീളത്തിനും അനുസരിച്ചുള്ള ഒരു ഒരു തൂക്കം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ എക്സസൈസ് ചെയ്യലിലൂടെ. അതുകൊണ്ട് വളരെ പ്രധാനമാണ് എക്സസൈസ് ചെയ്യൽ. എക്സസൈസ് ചെയ്യലിലൂടെ നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകും. അത് എക്സസൈസ് അതിനൊരു കാരണമായി തീരും. 4ാമത്തെ ടിപ്പ്, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ആരോഗ്യകരമായ സ്ലീപ്പ്, ആരോഗ്യകരമായ ഉറക്കം, അത് വളരെ പ്രധാനമാണ്. വിദഗ്ധർ പറയുന്നത് 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം കൃത്യമായി ആരോഗ്യകരമായ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത നിലക്കുള്ള ഉറക്ക്, നല്ല ഹാപ്പി സ്ലീപ്പ് ഉണ്ടായിരിക്കണം എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇനി 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ മിനിമം 6 മണിക്കൂർ ആരോഗ്യത്തിന് ഉറങ്ങിയിരിക്കണം, നിർബന്ധമായി ഉറങ്ങിയിരിക്കണം. അതല്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും അതുമൂലം വരാൻ സാധ്യതയുണ്ട്. 5ാമത്തെ ടിപ്പ്, അവോയ്ഡ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. സ്മോക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ശർഈ നിയമപ്രകാരം അത് ഹറാമാണ്. എന്തായാലും പക്ഷേ ആർക്കും ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല, ശരീരത്തിന് ഹാനികരമാണ്, ശരീരത്തെ നാശമാക്കി കളയും. അതുപോലെ സ്മോക്കിംഗ്, സിഗരറ്റ്, ബീഡി ഒക്കെ ഉപയോഗിക്കൽ ശരീരത്തിന് അത് ഹാനികരമാക്കും, ആരോഗ്യത്തെ അത് തളർത്തിക്കളയും. ഹാർട്ട് പ്രശ്നം, ഹാർട്ട് ഡിസീസ് വരും, അതിലൂടെ ഈവൻ ക്യാൻസർ വരെ അതിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനം പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായും സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലെയുള്ള നമ്മുടെ ശരീരത്തെ കേടുവരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യലാണ് അനിവാര്യം. 6ാമത്തെ ടിപ്പ്, മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ്. നമുക്കൊരു കണക്കുണ്ട്, ഇത്ര തൂക്കമാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിന്, നമ്മളെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ നീളത്തിനനുസരിച്ച് നമുക്ക് ഇത്ര തൂക്കമാണ് വേണ്ടത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇടയ്ക്കിടെ നമ്മളെ തന്നെ നമ്മളൊന്ന് മെഷർ ചെയ്യണം. എത്രയാണ് നമ്മുടെ വെയിറ്റ് ഉള്ളത്, കൃത്യമായി എൻ്റെ നീളത്തിനനുസരിച്ചിട്ടാണോ ഉള്ളത്, അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് എത്ര വെയിറ്റാണ് വേണ്ടതെന്ന്. ആ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. അതിനേക്കാൾ കുറവുണ്ടെങ്കിൽ അതിനെ കൂട്ടാൻ ആവശ്യമായ ഫുഡ്സും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനമായ ഒരു കാര്യം കൂടിയാണ്. 7ാമത്തെ ടിപ്പ്, പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. അത് വളരെ പ്രധാനം. ഹൈജീനിക്കായി നമ്മൾ ജീവിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോയി വന്നാൽ ഉടനെ കൈ കഴുകുക, നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധി വരുത്തുക. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ കൈ രണ്ടും കഴുകി വൃത്തിയാക്കൽ നമുക്ക് ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ നല്ലൊരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടും. നമ്മൾ ആരോഗ്യകരമായി ജീവിക്കാൻ അതൊരു കാരണമായി മാറും. 8ാമത്തെ ടിപ്പ്, സ്റ്റേ മെൻ്റലി ആക്റ്റീവ്. മെൻ്റലി നമ്മൾ ആക്റ്റീവ് ആവാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ പ്രധാനമായും നല്ല നല്ല മോട്ടിവേഷൻ ബുക്കുകൾ റീഡ് ചെയ്യുക, മോട്ടിവേഷൻ പ്രഭാഷണങ്ങൾ കേൾക്കുക, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ നല്ല മെൻ്റലി ആരോഗ്യകരമായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ, ഹാപ്പിനെസ്സോടു കൂടെ, ഒരു മെൻ്റലി സ്ട്രെസ്സില്ലാതെ നാം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് രോഗം അതുപോലെ നമുക്ക് തടയാൻ കഴിയും. പല രോഗങ്ങളും നമുക്ക് വരുന്നതിന് തൊട്ട് ഇതൊക്കെ കാരണമായി തീരും. അതുകൊണ്ട് ഈ കാര്യം കൂടി വളരെ പ്രധാനം കൂടിയാണ്. 9ാമത്തെ ടിപ്പ്, വിസിറ്റ് യുവർ ഡോക്ടർ റെഗുലർലി. അതായത് നമുക്കൊരു പേഴ്സണൽ ഡോക്ടർ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണൽ ഡോക്ടർ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കിടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം
പ്രത്യേകിച്ച് നമ്മൾ പല യാത്രയിലൊക്കെ ഇരിക്കുമ്പോൾ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്, പല സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നവരാണ്, പല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. സ്പെഷ്യലി ഈ ഡിജിറ്റൽ യുഗത്ത് നമ്മളെപ്പോഴും ഈ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് പല ആക്ടിവിറ്റി നടത്തുന്നവരാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ കൂടുതലത് കാരണമാവും. അതുകൊണ്ട് നമ്മൾ റെഗുലർലി ഡോക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ മുഴുവൻ ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കൽ വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡോക്ടറെ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഏത് രോഗം അങ്ങനെ ആ രോഗം അതിൻ്റെ തുടക്കാവസ്ഥയിൽ, അതിൻ്റെ പ്രഥമാവസ്ഥയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനും പെട്ടെന്ന് ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പല വലിയ രോഗങ്ങളിലേക്കും അത് ചേർന്ന് പോകാൻ കാരണമായി തീരും. അതുകൊണ്ട് നമുക്കൊരു റെഗുലർലി ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കൽ നമ്മൾ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ അത് വളരെ കാരണമായി മാറും. അതിലൂടെ നമുക്ക് പല രോഗങ്ങളെയും തടയാൻ അതൊരു കാരണമായി തീരുമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ ടിപ്പും കൂടി വളരെ പ്രധാനമാണ് നമുക്ക് ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ. 10ാമത്തെ ടിപ്പ്, പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് പല നിലക്കും സ്ട്രെസ്സ്, ബിസിനസ്സുകാർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സ്, ജോലിക്കാർക്ക് വർക്ക് പ്രഷറുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സ്, കടം പിടിപെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സ്, അതുപോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്, അങ്ങനെ പല മേഖലയിലും സ്ട്രെസ്സ് മനുഷ്യനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടാനുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട്. ഒരുപാട് സംഗതികളുണ്ട്. സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് റിലീഫ് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. അപ്പം അതിൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ, ഒന്ന് ദീർഘശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്തുകൊണ്ടിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന നിലക്ക് നമ്മൾ അകത്തേക്കും പുറത്തേക്കും നമ്മൾ ശ്വാസം നീണ്ട ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് ഇരിക്കുക. അത് നമുക്ക് വളരെ പ്രധാനമാണ് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ വേണ്ടി. മറ്റൊരു കാര്യം, സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല മെഡിറ്റേഷനുകൾ പല ആളുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്പിരിച്വൽ പല ആക്ടിവിറ്റി മെഡിറ്റേഷൻ്റെ ഘടത്തിൽ പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യലിലൂടെ നമ്മളെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ പ്രെയർ, അതുപോലെ ദിക്റുകൾ ചൊല്ലാം, ദുആ നടത്താം, അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തലിലൂടെ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് നേടും. ഖുർആൻ ഓതലിലൂടെ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും. അതുപോലെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, അതും ചൊല്ലിലൂടെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തെ നമ്മൾ ആരോഗ്യകരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ 10 ടിപ്സും നമ്മൾ ഫോളോ ചെയ്യണം. അവസാനമായി പറയുന്നത്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, നമ്മൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനമാണ്. അതുപോലെ ആരോഗ്യത്തോടെ ജീവിക്കാൻ, അതുപോലെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നമുക്ക് കൂടുതൽ ആരോഗ്യം അള്ളാഹു തരാൻ വേണ്ടി നമ്മുടെ സ്പിരിച്വൽ സ്കോളേഴ്സ് പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളും ദുആകളുമുണ്ട്. അതൊക്കെ കണ്ടെത്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യലിലൂടെ നമുക്ക് ആരോഗ്യം വർദ്ധിച്ചു കിട്ടും. അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളിനെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പിരിച്വൽ ഗുരുക്കന്മാർ, അതുപോലെ നമ്മൾ ഇസ്ലാമിക് സ്കോളേഴ്സ് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പല ദിക്റുകളുമുണ്ട്, പല ദുആകളുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സയ്യിദ് ഉമർ സഖാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.